ഇതെന്ത് വിളമ്പി കഴിക്കാത്തത്? അമ്മ ഞങ്ങക്ക് വിളമ്പി തരും. അതുപോലെ അച്ഛനും ചെയ്യണം. എല്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല. ഇത്ര ഇടുവോളോ? ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആമാ വെന്തില്ല. അച്ഛാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ടല്ലോ. മക്കളെ, അല്ല ഈ ചോറുണ്ടല്ലോ കുതിർത്ത് തിന്നെ ഇറക്കാൻ പറ്റുന്നുള്ള. അതെ, ഈ ക്ലൈമറ്റിന് കുറച്ച് വേഗാത്ത ചോറ് വേണം കഴിക്കാൻ. അത് ചെറുതായിട്ട് പച്ചക്കറി അരിച്ചപ്പോ മുറിഞ്ഞത്. സൂക്ഷിച്ചൊക്കെ ചെയ്യണ്ടേ അച്ഛാ? എനിക്കറിയാം. എല്ലാം അവക്ക് ആദ്യം. നീ കൂടുതൽ കഴിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്ക്. അച്ഛാ ഒരു സ്പൂണ്. ഇതെന്താ അച്ഛാ ഉറുമ്പിന് കൊടുക്കണ? ഞാൻ ഉണ്ടാക്കി വെച്ച സാമ്പാറില്ലേ ഇന്നലെ? ഇന്നലെ നീ സാമ്പാർ ഉണ്ടാക്കിയോണ്ട് ഇന്ന് ഞാൻ വേറെ ഉണ്ടാക്കിയില്ല. അപ്പൊ ഈ ഒറ്റ കറിയേ ഉള്ളൂ അല്ലേ? അതെ, ഇനി എന്തെങ്കിലും വേണമെങ്കിലേ വൈകുന്നേരം അത്താഴത്തിന് കാര്യമായിട്ട് ഉണ്ടാക്കി തരാം. പരിഹരിച്ചാ മതി. 7 ദിവസത്തെ പണി ഒറ്റ ദിവസം കൊണ്ടൊക്കെ എടുക്കുമെന്നാണ് അച്ഛൻ വാച പഠിച്ചത്. ഇപ്പൊ ഒന്നും ഇല്ല തിന്നെ. ഇപ്പൊ ഇരുന്ന് കഴിക്ക്, വൈകുന്നേരം ചെയ്തു തരാം. പിന്നെ ചപ്പാത്തി ചിക്കനും മതിയാ വൈകുന്നേരം? മതിയോ മാമ? മതിയോ മതിയോ പോരെ? ഓ കഴിച്ചാ മൊത്തം കഴിക്കത്തുമില്ല, ബാക്കി വെച്ചേക്കും. അച്ഛാ അമ്മ എന്നുവേ തറയൊക്കെ തുടയ്ക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അച്ഛാ എന്റെ 18 വർഷത്തില് ഇന്നേ വരെ ഈ അടുക്കള ഇത്രയും വൃത്തിയില് ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട്. അത് ഞാൻ ഈ പണിയെല്ലാം കഴിയുമ്പം അവിടെയൊക്കെ ക്ലീൻ ചെയ്യും. കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. ക്ലീൻ ആയിട്ടില്ല പോലും ഇതുവരെ. പറഞ്ഞു വിടണായിരിക്കും, അച്ഛ അവിടെ എന്ത് ചെയ്യണം നോക്ക് എന്ന് പറയാനായിട്ട്. പോയാ ഒരു പൊടിയായത്. അതങ്ങനെ ചവിട്ടി തൂക്കുകയല്ലേ. ഡി മണി, ഞാൻ തുടച്ചോണ്ടിങ്ങനെ കണ്ടില്ലേ? അതിന്റെ ഇടയിൽ കൂടെ തന്നെ കയറി പോണോ? അതെ, സ്പീഡിലൊക്കെ നടന്നു പോകുമ്പോ അത് ശ്രദ്ധിച്ചു വരൂല. സോറി. മനഃപൂർവ്വമാണിത് എന്നെ കൊണ്ട് പണിയിപ്പിക്കാനായിട്ട്. തുടച്ചോടത്തൂടിയൊക്കെ ചവിട്ടിക്കൊണ്ട് പോയി. എന്നെ തോപ്പിക്കാന്നാണ് വിചാരം. കണ്ടില്ലേ? തുലാമാസമാണ്, ചിലപ്പോ മഴ പെയ്യും. മുകളിൽ തുണിയാ വല്ലതും നനച്ചിട്ടിട്ടുണ്ടെങ്കിൽ പറക്കി അകത്ത്. അത് ഞാൻ തന്നെ ചെയ്യണമല്ലോ. എന്താടാ ഞാൻ എടുത്തിട്ടോളാന്ന്. എല്ലാം കൂടെ ഇറങ്ങിയിരിക്കണേ, കച്ച കെട്ടി എന്നാകും. അയ്യോ, ഉണങ്ങിയില്ലേ? മഴയും പറഞ്ഞു, ഇനിയിപ്പോ ആദ്യം കിടന്ന് ഉണങ്ങിയാൽ മതി. അല്ല, ഈ ഉണ്ണിമാമന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ ജോലി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ മഴയും പറഞ്ഞു.
തളർന്നു. ഇവിടെ കിടക്കണണ്ടില്ലേ. ഇപ്പൊ തന്നെ മണി 11 ഇനി ഇതൊക്കെ കഴുകി എത്ര സമയം പിടിക്കും? മണിയെ സമ്മതിക്കണം. അവൾ ഒറ്റയ്ക്കാണ് ഈ പണി എല്ലാം ചെയ്യുന്നത്. അതും നിമിഷ നേരം കൊണ്ട്.